ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ മമ്മിയുടെ ഗാർഡനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഒരു വളരെ മനോഹരമായൊരു ഗാർഡൻ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ മമ്മീനോട് തന്നെ സംസാരിക്കാം ഈ ഗാർഡന് പിന്നിലുള്ള ഒരു ചേതോവികാരം എന്താണെന്നുള്ള കാര്യം. എന്താണ് മമ്മി ഗാർഡനെ കുറിച്ച് പറയാനുള്ളത്? ഗാർഡനെ കുറിച്ച് പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെടികൾ പൂക്കൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പം അങ്ങനെ കുറച്ച് ചെടികൾ വെച്ച് പിടിപ്പിച്ചു, അതിൻ്റെ പൂക്കളൊക്കെ കാണുന്ന ഒരു സന്തോഷം അത്ര തന്നെ. മമ്മിയുടെ കുറേ ചെടികളുടെ കളക്ഷൻ ഉണ്ട്, ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചത്? കുറച്ചൊക്കെ നഴ്സറിയിൽ നിന്ന് വാങ്ങി, പിന്നെ അയൽപക്കത്തു നിന്നും കസിൻസിൻ്റെ വീട്ടിൽ നിന്നും ഒക്കെ കൊണ്ടുവന്നത്, അങ്ങനെ വെച്ച് പിടിപ്പിച്ചതാ. ഓക്കെ, ഈ പൂക്കളൊക്കെ കാണുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് എന്താണ്? പൂക്കളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. നമ്മളത് ഇപ്പോൾ ഓരോന്ന് നറുമങ്ങളതും അത് വിരിഞ്ഞു വന്നത് അതിൻ്റെ മുട്ടന്തൊക്കെ നോക്കി നമ്മൾ ആസ്വദിക്കാമല്ലേ എല്ലാ ദിവസവും. അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അത് ഭയങ്കര മനസ്സിനൊരു സുഖം നൽകണ ഒരു ഇതല്ലേ. ഈ ഗാർഡനിങ് എന്ന് പറഞ്ഞ ഹോബിനെ കുറിച്ചിട്ട് മമ്മിക്ക് എന്താ പറയാനുള്ളത്? ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഹോബി ആയിട്ടൊന്നുമല്ല, സമയം കിട്ടുമ്പോൾ നമ്മൾ ചെടികൾ നടന്നു, പിന്നെ മുറ്റത്തൊക്കെ ഒരു ചെടിയൊക്കെ പൂത്തുക്കാന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സന്തോഷമല്ലേ അത് കാണുമ്പോൾ. ഓക്കെ ഓക്കെ, ഈ ചെടികളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ മമ്മി? ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണെന്നുള്ളത്. ചെടികൾ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ അനുഭവത്തിൽ ചെടികളിലെ ഏറ്റവും നല്ലത് മറ്റേ സീലിയ. അതെപ്പോഴും ഇങ്ങനെ പൂത്ത് നിൽക്കും. ഒരെണ്ണത്തെ ഒരു 10 പൂവെങ്കിലൊക്കെ ഇങ്ങനെ ഒരേ സമയത്ത് 10 പൂവെങ്കിലൊക്കെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ 365 ദിവസവും ഈ പൂവ് ഉണ്ടാവും അല്ലേ? 365 ദിവസം മീൻസ് വേനൽക്കാലത്ത് നന്നായിട്ട് പൂവുണ്ടാവും. വർഷത്തിൽ ഒരുപാട് മഴയൊക്കെ പെയ്യുമ്പോൾ ഇതിങ്ങനെ നശിച്ചോണൊക്കെ പോകും. പിന്നെ അതിന്റെ വിത്ത് അതിന്റെ പൂ വീണ് കിടന്ന് വീണ്ടും ഒരു നവംബറൊക്കെ ആകുമ്പോഴേക്കും എല്ലാം മുളച്ച് വീണ്ടും പൂടാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ വെള്ള പൂവുള്ള ചെടി അത് പണ്ടത്തെ ഒരു എന്താ ഔഷധ ലില്ലി എന്തോ ഒരു ചെടിയാണത്. അത് പണ്ടൊക്കെ ഉള്ള ചെടി തന്നെയാണ്. ഇപ്പൊ അത് അധികം കാണാനായിട്ട് കിട്ടില്ല അല്ലേ? അപ്പൊ അത് വംശനാംശം വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെ എനിക്കൊരു തണ്ട് കെട്ടി ഞാൻ വെച്ച് പിടിപ്പിച്ചതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇതിനുള്ള വളങ്ങളൊക്കെ എങ്ങനെയാ? വളം ഒക്കെ എങ്ങനെയാ പറഞ്ഞാൽ മറ്റേ നമ്മള് കപ്പലണ്ടി പിണ്ണാക്ക്, പിന്നെ അത് കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ളത്തില് കുതിർത്തി വെച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കും. പിന്നെ ഇവിടെ കൃഷിക്ക് മറ്റേ ജാതിക്ക കൊണ്ടുവന്ന എല്ലുപൊടി, പൊട്ടാസ്, അങ്ങനെ എന്തോ വളങ്ങളൊക്കെ ഇവിടെ കൊണ്ടുപോയി അതൊക്കെ കുറച്ചെടുത്ത് ഒരുപാട് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കും. പിന്നെ നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ് ഒരു മിക്സിയുടെ ജാറ്, ജ്യൂസ് അടിക്കുന്ന ഒരു മിക്സിയുടെ ജാറ് അതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് അതിൽ ഒരുപാട് ഇങ്ങനെ വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കും. പിന്നെ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഇങ്ങനെ പൂക്കളുണ്ടാവുന്നില്ല, എല്ലാം നാച്ചുറൽ ആയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും അത്ര നമ്മൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള പൂക്കളില്ല എങ്കിലും സന്തോഷം. ഓക്കെ ഓക്കെ. എന്നാൽ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ വളങ്ങളും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ജൈവവളങ്ങളും തന്നെ ഉപയോഗിച്ചിട്ടാണ് ഈ പൂക്കളെല്ലാം ഉണ്ടാവുന്നത്. അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അത് വളം എങ്ങനെ എപ്പോഴും ചെയ്യണ്ടേ? എല്ലാ ആഴ്ചയിൽ എത്ര വട്ടം നമുക്ക് വളം ചെയ്യേണ്ടി വരും? ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ ഒഴിച്ചു കൊടുക്കും. ഇതിലേതെങ്കിലും ഒന്നും, ഈ കപ്പലണ്ടി കൊപ്ര നേർപ്പിച്ചത് അല്ലെങ്കിൽ മറ്റേ രാസവളം ഡൈല്യൂട്ട് ചെയ്തത്, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കും ഇടയ്ക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് തഴച്ചു വളരുമല്ലോ പൂക്കൾ? തഴച്ച് വളർന്ന് നന്നായിട്ട് പൂവുണ്ടാവും. പിന്നെ അത് എങ്ങനെ ഒഴിക്കണം അങ്ങനെയുള്ള ഞാനങ്ങനെ അതിന്റെ കണക്ക് അത് പഠിച്ചിട്ടൊന്നുമില്ല. നമ്മൾ കൃത്യമായിട്ട് ഒരു കൈക്കണക്ക് പോലെ ഇങ്ങനെ ഒരു നമ്മുടെ ബോധത്തിൽ ഉദിക്കണ ഒരു അറിവ് പോലെ അങ്ങ് പ്രയോഗിച്ചുകൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ നന്ദിയാർവട്ടം അങ്ങനെ പലതരത്തിലുള്ള പൂവുകൾ മമ്മി വളർത്താണ്ടല്ലോ. ഈ പൂക്കള് കാണുമ്പോൾ മമ്മിക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അതൊരു പൂക്കളെ പറയണ സന്തോഷം പൂക്കൾ കാണുമ്പോൾ അത് തന്നെ. നമ്മളത് വിരിഞ്ഞോ അത് കൊഴിഞ്ഞോ അങ്ങനെ എപ്പോഴും നമ്മളൊരു കുട്ടീനെ പോലെ പരിപാലിച്ചുകൊണ്ടിരിക്കണം. അത് വേണം. എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും ഇതിനു വേണ്ടി ചെലവഴിക്കണം. പുല്ലൊക്കെ പറിച്ചു കളഞ്ഞ് പിന്നെ ചീയേണ്ട ചിലത് വെള്ളം കൂടിയാ ചീഞ്ഞു പോയി ബാൽസ്യൊക്കെ. ചില ചെടികൾക്ക് വെള്ളം കൂടുതലും ചിലതിന് കുറവാ വേണ്ടതല്ലേ? മറ്റേ ഇവിടെ സീലേക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല. നന്നായിട്ട് വലിയ പരിപാലനമൊന്നും ഇല്ലാതെ വളം കൊടുത്താൽ അങ്ങനെ പൂത്തുകൊണ്ട് ഏത് സമയത്തും ഒരേപോലെ തന്നെ അതിന് ഇതുണ്ടായിക്കൊണ്ടേയിരിക്കും അല്ലേ? ഈ റോഡിന്റെ പുറത്ത് റോഡ് സൈഡിലൊക്കെ ചെടി വെച്ച് വളർത്താനുള്ള ഒരു ചേതോവികാരം എന്താണ്? റോഡിന്റെ പുറത്തൊക്കെ അപ്പടി പുല്ല, എന്നാ പിന്നെ അത് കുറയട്ടെ എന്ന് ഇങ്ങനത്തെ വലിയ പരിപാലനയൊന്നും വേണ്ടാത്ത ചെടികൾ അങ്ങ് വെച്ചു കൊടുത്തു. അപ്പൊ അത് അതിന്റെ വിത്ത് കിടന്ന് മുളയ്ക്കും. വീണ്ടും ഞാനത് ഇത്തിരി വളമൊക്കെ ഒഴിക്കുമ്പോൾ അത് വീണ്ടും വളർന്നു വരും. അങ്ങനെ അതങ്ങനെ എല്ലാ വർഷവും അവിടെ ഉണ്ട്. ഒരു കടയില്ലെങ്കിൽ മറ്റൊരു കട. ഈ ചുവന്ന ഇലകളുള്ള ചെടി എന്ന് പറയുന്നത് ഒരു കുറ്റിച്ചെടി പോലത്തെ ചെടിയാണോ അത്?
ആ അത് അതിന്റെ നല്ല വെയിലുള്ളിടത്ത് നട്ടത് നല്ല ചുമന്ന് ഇങ്ങനെ നിൽക്കും. പേരൊന്നും എനിക്കറിയില്ല. അപ്പൊ അതങ്ങനെ എത്രയാണ് നട്ടത്. അതിങ്ങനെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ മേടിച്ചിട്ട് വളർത്തുന്നതാണല്ലേ? ആ ഇവിടെ എല്ലാ അയൽവക്കത്തൊക്കെ ഉണ്ട് അത്. അങ്ങനെയാണ് നട്ടുകൊടുത്തത്. ശരിക്കും ഇത് നല്ലൊരു ഹോബി ആയിട്ടുള്ളൊരു സംഭവമാണല്ലേ? നല്ലൊരു ഹോബി. മനസ്സിന് സന്തോഷം, നേരം പോക്ക്. നേരം പോക്കും. പിന്നെ ഈ ചുവന്ന പൂക്കളില് ഈ ചെമ്പരത്തി പോലെയുള്ള പൂക്കൾ ഉണ്ടാവുന്നത്, അതിനെ കുറിച്ച് എന്താ പറയാ? അതിന്റെ പേര് എനിക്കറിയില്ല. അതിന്റെ അമ്മച്ചെടി നശിച്ചു പോയാലും അതിന്റെ വിത്തുകൾ ഒരുപാട് ഇങ്ങനെ മുളച്ച് വീണ്ടും വീണ്ടും ഒരു വർഷം നട്ട എല്ലാ വർഷവും അതങ്ങനെ പൂത്തും. ഈ വെള്ള ചെടീനെ കുറിച്ച്, വെള്ള പൂക്കള്, വെള്ള ചുവന്ന പൂവുള്ള ഈ ചെടീനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതെന്താണ് സംഭവം? ആ ചെടി പണ്ട് തുടങ്ങി ഉള്ളതാ. അത് എനിക്കറിയില്ല. അതൊക്കെ വംശനാശം വന്നോളാം എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോ അതിന്റെ ഒരു കട വീട്ടിൽ കണ്ടു. എൻ്റെ സ്വന്തം വീട്ടിൽ അവിടെ നിന്ന് കൊണ്ടുവന്ന് നട്ടതാ. ഓക്കെ 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 ഓക്കെ. എന്തായാലും ചെടികളെ കുറിച്ചുള്ള എത്രയധികം അറിവ് പകർന്നു തന്ന അമ്മയ്ക്ക് വളരെയധികം നന്ദി. താങ്ക് യു. എന്തായാലും ഈ ചെടികളുടെ ഹോബി ഇനിയും ഒരുപാട് കാലം ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കട്ടെ. ചെടികൾ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്, മമ്മിക്ക് സന്തോഷമാണ്, എല്ലാവർക്കും സന്തോഷമാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.